ഹായ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് യുണീക്നെസ് തിയറം. ഓക്കെ, അവിടെ യുണീക്നെസ് എന്തിന് നമ്മളൊരു ഡീകമ്പോസിബിൾ ഐഡിയയിൽ എടുത്താൽ അതിൽ ഡീകമ്പോസിഷൻ യുണീക്കാണ് എന്നല്ല പറയുന്നത്, മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഡീകമ്പോസിഷൻ കഴിഞ്ഞാൽ നമ്മൾ അതിലെ യുണീക്നെസ് പാർട്ടിൽ വരുന്നിട്ടുള്ള പ്രൈം ഐഡിയൽസ്, ആ ഐഡിയൽസിന് നമ്മൾ അസോസിയേറ്റഡ് ഐഡിയൽസ് അസോസിയേറ്റഡ് വിത്ത് എ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ആ ഒരു സെറ്റിൽ മിനിമൽ എലമെന്റ്സിന് P1, P2 എക്സെട്ര Pn അസോസിയേറ്റഡ് ഐഡിയൽസ് വിത്ത് എ ആണെങ്കിൽ അതിലെ മിനിമൽ എലമെന്റ്സിനെ നമ്മൾ മിനിമൽ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പ്രൈം ഐഡിയൽസ് എന്നാണ് പറയാം. അല്ലാത്തത് എംബഡഡ് പ്രൈം ഐഡിയൽസ് എന്നാണ് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് ആ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് വായിക്കാം. ലെറ്റ് എ ബി എ ഡീകമ്പോസിബിൾ ഐഡിയൽ, ദെൻ എനി പ്രൈം ഐഡിയൽ contains A. Any prime ideal contains A. Prime I contains A. A minimal prime ideal belonging to A or associated with A, and thus minimal prime ideal belonging to A, and thus the minimal prime ideals of A are precisely the minimal elements in the set of all prime ideals containing A. തിയറം എന്താ പറയുന്നത്? സപ്പോസ് ഒരു ഡീകമ്പോസിബിൾ ഐഡിയൽ എ ഉണ്ട്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രൈം ഐഡിയലാണ് ഐ. എനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൈം ഐഡിയലാണ് എ, ഐ. ആ ഐഡിയൽ എന്താ പറയുന്നത്? എന്തിനെ കണ്ടെയ്ൻ ചെയ്യും? കണ്ടെയ്ൻസ് എ minimal prime ideal belonging to A, and thus the minimal prime ideals of A are precisely the minimal elements of the set of all prime ideals containing A. Okay, so proof നോക്കുക. Suppose A is equal to intersection I runs from 1 to A n Qi. അതായത് A ഡീകമ്പോസിബിൾ ആണ്, എന്റെ ഒരു മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ. The minimal primary decomposition of A, then by definition of minimal primary decomposition, നമുക്ക് എന്ത് പറയാം? ഡെഫിനിഷൻ നമുക്ക് അറിയായിരിക്കും. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഈ ഒരു മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ വെച്ചിട്ട് അതിലെ പ്രൈമറി ഐഡിയൽസ് വെച്ചിട്ട് നമുക്ക് എ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസിനെ വെച്ചിട്ട് പറയാം. സോ ആർ ഓഫ് ക്യു ഐ പി ഐ ആണെങ്കിൽ നമ്മൾ പ്രൈം ഐഡിയൽസ് അസോസിയേറ്റഡ് വിത്ത് എ എന്തായിരിക്കും? ക്യു ഐസിന്റെ റാഡിക്കൽസ് ആയിരിക്കും. ഓക്കെ, അതായത് പി ഐസ് P1, P2 എക്സെട്ര Pn. അതാണ് നമ്മൾ ഫസ്റ്റ് യുണീക്നെസ് തിയറത്തിൽ പറഞ്ഞത്. സോ നൗ കൺസിഡർ എ പ്രൈം ഐഡിയൽ P which contains A. P contains A ആണെങ്കിൽ A എന്താണ്? ഇന്റർസെക്ഷൻ QI ആണ്. സോ P contains intersection QI. So radical of P will be containing radical of intersection QIs. So by definition of radicals, റാഡിക്കൽ ഈ ഇന്റർസെക്ഷൻ എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് റാഡിക്കൽസിന്റെ സെക്ഷൻ. സോ P contains intersection I runs from 1 to n radical of QI, which means radical of QIs എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? PIs ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ PIസിനെ ഡിഫൈൻ ചെയ്തത്. PIs പ്രൈം ആയിരിക്കും. സോ P contains intersection I runs from 1 to n PI. അതായത് PIസിന്റെ ഇന്റർസെക്ഷൻസ് എല്ലാം എന്തിനെ കണ്ടെയ്ൻ എന്തിന്റെ അകത്തുണ്ട്? Pന്റെ അകത്തുണ്ട്. സോ
P should contain some PI. Okay. Also, നമുക്ക് എന്ത് കിട്ടി? P എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ പി ആയിട്ട് എ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ പ്രൈം ഐഡിയൽസിലെ ഏതെങ്കിലും ഒരു പ്രൈം ഐഡിയൽ പിന്റെ അകത്തുണ്ടാവും. ഓക്കെ. സോ ആൾസോ നമുക്ക് എന്താ അറിയാം, ഇന്റർസെക്ഷൻ ക്യു ഐ എല്ലാ ക്യു ഐസിന്റെ അകത്തുണ്ടാവും, ഇന്റർസെക്ഷൻ ആണ്. സോ ഇന്റർസെക്ഷൻ ക്യു ഐ വിൽ ബി contained in qi for all I. Also, so A ആണ് intersection qi എന്ന് പറഞ്ഞാൽ A ക്ക് ഈക്വൽ ആണ്. സോ A will be contained in qi and qi is contained in radical of qi which is pi. So A എവിടെ ഉണ്ടാകും? PIന്റെ അകത്ത് ഉണ്ടാകും ഫോർ ഓൾ I. സോ A എവിടെ ഉണ്ട്? PIന്റെ അകത്തുണ്ട്. PI ഇൻ പെർട്ടിക്കുലർ ഈ ഒരു PI എടുത്താൽ അത് Pന്റെ അകത്തുണ്ട്. സോ P for some I by 1. So hence if PI is a minimal element in the set of all prime ideals containing A, then P contains a minimal prime ideal of A. PI അല്ല, ഇതാണ്. If P is a minimal element in the set of all prime ideals containing A, P contains a minimal prime ideal of A. Okay. അതായത് A എന്നുള്ള ഐഡിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൈം ഐഡിയൽസിന്റെ കളക്ഷനിലുള്ള ഒരു മിനിമൽ എലമെന്റ് ആണ് P എങ്കിൽ, മിനിമൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ റിലേഷൻ, മിനിമൽ എലമെന്റ് ആണ് P എങ്കിൽ P എന്തിനെ കണ്ടെയ്ൻ ചെയ്യും? പ്രൈം ഐഡിയൽ, മിനിമൽ പ്രൈം ഐഡിയൽ അസോസിയേറ്റഡ് വിത്ത് എ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു മിനിമൽ പ്രൈം ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, പ്രൂഫ് ഓക്കെ ആണെന്ന് കരുതും. സോ നെക്സ്റ്റ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് A be a decomposable ideal and A is equal to intersection Qi be a minimal primary decomposition and R of Qi, radical of Qi is equal to Pi, then union I runs from 1 to n Pi is equal to set of all x belongs to A such that ideal quotient of A and x not equal to A. Ideal quotient of A and x not equal to A. അതായത് നമ്മൾ എ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസ് കൺസിഡർ ചെയ്യും. അവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന് ഈക്വൽ ആയിരിക്കും. എ ഡീകമ്പോസിബിൾ ആണ്. എ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസിന്റെ യൂണിയൻ, എന്തിന് ഈക്വൽ ആണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു എ. ഈ ഒരു സെറ്റിന് ഈക്വൽ ആണ്. ഇൻ പെർട്ടിക്കുലർ if the zero ideal is decomposable, zero ideal decomposable ആണെങ്കിൽ ഇവരുടെ യൂണിയൻ, ഓക്കെ, നോക്കാം. the set D of zero divisors of A is the union of prime ideals belonging to zero. അതായത് സീറോ ഡീകമ്പോസിബിൾ ആണെങ്കിൽ നമുക്ക് സീറോനെ പ്രൈമറി ഐഡിയൽസിൽ വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഈ ഡീകമ്പോസിഷനിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൈം ഐഡിയൽസിന്റെ റാഡിക്കൽസ് അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ ഡിവൈസേഴ്സിന്റെ യൂണിയൻ. ഓക്കെ, ആ സെറ്റിലുള്ള ആ റിങ്ങിലെ സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ ആയിരിക്കും. അതാണ് പറഞ്ഞത്. Set D of zero divisors of A is the union of prime ideals belonging to zero, associated with ideal zero. So ഞാൻ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ കേസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജനറൽ കേസ് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് സീറോ ഐഡിയൽ ഈസ് ഡീകമ്പോസിബിൾ. സോ സീറോ ഐഡിയലിനെ നമുക്ക് എന്ത് ചെയ്യാം?
മിനിമൽ സീറോ ഐഡിയലിന് ഒരു മിനിമൽ ഡീകമ്പോസിഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഉണ്ടാകും. ഡീകമ്പോസിബിൾ ആണെങ്കിൽ മിനിമൽ ഡീകമ്പോസിഷൻ ഉണ്ടാകും. സോ അതിന്റെ ഒരു മിനിമൽ ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യാം. 0 is equal to intersection I runs from 1 to n Qi be a minimal primary decomposition of 0. And radical of Qi is equal to Pi are distinct. And നമ്മൾ മിനിമൽ ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ Qi does not contain intersection j runs from 1 to n, j not equal to I, Qj ആയിരിക്കും by definition of minimal primary decomposition. And associated ideals with A is equal to Pi's is the set of all Pi's, that is P1, P2, etc. Pn's. Pn Pi's are nothing but radical of Qi. ഓക്കെ, നമുക്കെന്ത് പ്രൂവ് ചെയ്യണം? ഈ പി ഐസിന്റെ യൂണിയൻ എടുത്താൽ സീറോ ഡിവൈസേഴ്സ് കിട്ടും. അതായത് സെറ്റ് ഓഫ് ഓൾ സീറോ ഡിവൈസേഴ്സ് ആകണം. അതായത് ഡി ക്ക് ഈക്വൽ ആണ്. സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. റാഡിക്കൽ ഓഫ് അനിലേറ്റേഴ്സ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? യൂണിയൻ I runs from 1 to n Pi is equal to യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ കൺസിഡർ റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു അനിലേറ്റർ ഓഫ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം? ഐഡിയൽ കോഷ്യന്റ് ഓഫ് 0 ആൻഡ് എക്സ് എഴുതാം. സോ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് 0 and x, 0 is nothing but intersection Qi. So this will become radical of ഐഡിയൽ കോഷ്യന്റും ഇന്റർസെക്ഷനും തമ്മിൽ നമ്മളിങ്ങനെ ഒരു റിലേഷൻ ഇക്വേഷൻ ഇത് പ്രൂവ് ചെയ്താണ്, ഓൾറെഡി പ്രൂവ് ചെയ്താണ്. ഐഡിയൽ കോഷ്യന്റെ സെക്ഷൻ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ റാഡിക്കൽ ഓഫ് ഇന്റർസെക്ഷൻ I runs from 1 to n ഐഡിയൽ കോഷ്യന്റ് ഓഫ് Qi and x again by a property of radicals. This will be equal to intersection I runs from 1 to n radical of Qi ഐഡിയൽ കോഷ്യന്റ് ഓഫ് Qi and x. ഒരു ഇന്റർസെക്ഷനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇന്റർസെക്ഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും സെറ്റ് ഏതൊരു സെറ്റ്. സോ നമുക്ക് ഈ ഇന്റർസെക്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് നോക്കാം. intersection I runs from 1 to n x belongs to Qi, radical of Qi ideal quotient of Qi and x, and intersection I runs from 1 to n x does not belong to Qi, radical of ideal quotient of Qi and x. ഇതേ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എക്സ് Qi യിലുണ്ട്. അപ്പോൾ ദിസ് വിൽ ബി radical of this will be whole ring. So radical of ideal whole ring intersection with this same. So ഇവിടെ ഇന്റർസെക്ട് ചെയ്താൽ എങ്ങനെയായാലും നമുക്ക് ഹോൾ റിംഗ് ആണ് വരിക, ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ. സോ ഹോൾ റിങ്ങിനെ ഇതുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് മാത്രമേ സർവൈവ് ചെയ്യൂ. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹോൾ റിംഗ് ആയിട്ടാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഓക്കെ, ഇവിടെ ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സ് ഡസ് നോട്ട് ബിലോങ് ടു Qi ആണെങ്കിൽ റാഡിക്കൽ ഓഫ് ഐഡിയൽ ക്വസ്റ്റ്യൻ ഓഫ് Qi ആൻഡ് എക്സ് Pi ക്ക് ഈക്വൽ ആയിരിക്കും. Okay, so this will become intersection I runs from 1 to n Pi. Okay, so നമുക്ക് എന്ത് പറയാം? which will be Pi's intersection ആണ്. അപ്പോൾ Pi'ന്റെ അകത്തുണ്ടാവും intersection, Pi'ന്റെ എല്ലാ Pi's അകത്തുണ്ടാവും. So which will be contained in Pi for all I. So നമുക്ക് എന്ത് കിട്ടി? റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ Pi for all I ആണെന്ന് കിട്ടി. സോ നൗ കൺസിഡർ
എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ക്യു ഐ. എക്സ് ക്യു ഐയിലില്ലെങ്കിൽ എക്സ് ക്യു ഐസിന്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവില്ല. അതായത് എക്സ് എന്തിന് ക്യു ഐസിന്റെ ഇന്റർസെക്ഷനിൽ എങ്ങനെയാലും 0 ഉണ്ടാവും. അതായത് എക്സ് എന്താവില്ല, 0 ആവില്ല. സോ റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ പി ഐ. അവിടെ നമുക്ക് എന്ത് പറയാം, യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് നോട്ട് ഈക്വൽ ടു 0, radical of annihilator of x will be contained in union I runs from 1 to n pi. ഓക്കെ, ഇവിടെയുള്ള എക്സ് നോൺ സീറോയിൽ വേരി ചെയ്യിപ്പിച്ചിട്ട് യൂണിയൻ എടുക്കുക, റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ്. റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് എപ്പോഴും പി ഐസിന്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഓരോ പി ഐസിലും യൂണിയൻ എടുക്കേണ്ടി വരും. എല്ലാ പി ഐസിലും യൂണിയൻ എടുത്താലും ഇവരുടെ യൂണിയൻ എങ്ങനെയാലും ഈ യൂണിയന്റെ അകത്ത് ഉണ്ടാകും. സോ ഡി എവിടെ ഉണ്ട്, നമ്മളെ സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ. ഇതാണ് സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ. സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ എവിടെ ഉണ്ട്, പി ഐസിന്റെ യൂണിയനിലുണ്ട്. സോ ഡി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ ആണ്. ഓക്കെ, സോ വി ഹാവ് ക്യു ഐ. ക്യു ഐ നമുക്ക് മിനിമൽ ഡീകമ്പോസിഷൻ ആണ് കൺസിഡർ ചെയ്തത്. സോ ക്യു ഐ ഡസ് നോട്ട് കണ്ടെയ്ൻ ഇന്റർസെക്ഷൻ ജെ റൺസ് ഫ്രം 1 to n ജെ നോട്ട് ഈക്വൽ ടു ഐ ക്യു ജെ ആണ് ഡെഫിനിഷൻ. അതാണ് ഡെഫിനിഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എക്സൈസിനെ ചൂസ് ചെയ്യാം. എങ്ങനെ, ഈ ഒരു സെറ്റിനെ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഐനെ ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് പറയാം, ഓരോ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ എലമെന്റ് ഇവിടെ ഉണ്ടാകും. ആ എലമെന്റ് എവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഫോർ ഈച്ച് ഐ ദർ എക്സിസ്റ്റ് എക്സ് ഐ belong to intersection j runs from 1 to n j not equal to i q j. ഈ ഒരു സെറ്റിൽ ഉണ്ടാകും ആ ഒരു എലമെന്റ് ക്യു ഐയിൽ ഇല്ലാത്ത രൂപത്തിൽ. അങ്ങനെ ഒരു ചോയ്സ് എക്സ് ഐന്റെ ഒരു ചോയ്സ് പോസിബിൾ ആണ്, കാരണം ഈ കണ്ടീഷൻ. സോ എക്സ് ഐ എവിടെ ഉണ്ടാവില്ല, ക്യു ഐസിലില്ല. അപ്പോൾ ക്യു ഐസിന്റെ എല്ലാ ക്യു ഐസിലും ഉണ്ടാവില്ല. ചില ക്യു ഐസിൽ ഒരു x1 എടുക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവില്ല, Q1 ഉണ്ടാവില്ല. അപ്പോൾ എക്സ് ഐ എടുക്കുകയാണെങ്കിൽ ക്യു ഐയിൽ ഉണ്ടാവില്ല. അപ്പോൾ ക്യു ഐന്റെ ഇന്റർസെക്ഷനിലൊന്നും എന്തുണ്ടാവില്ല, എക്സ് ഐ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ക്യു ഐയിൽ എക്സ് ഐ, ക്യു ഐയിൽ എക്സ് ഐയിൽ ഉണ്ടാവും. എക്സ് ഐ എടുക്കുകയാണെങ്കിൽ ഇവിടെ നൊട്ടേഷൻ മാറ്റാം, ജെ റൺസ് ഫ്രം 1 to n ക്യു ജെ എന്നാക്കുക. ഒരു എക്സ് ഐ എടുക്കുകയാണെങ്കിൽ അത് ക്യു ജെയിൽ ഉണ്ടാവില്ല, ക്യു ഐയിൽ ഉണ്ടാവില്ല. സോ ഇന്റർസെക്ഷൻ ജെ റൺസ് ഫ്രം 1 to n ക്യു ജെയിൽ ഉണ്ടാവില്ല, കാരണം ജെ ഈക്വൽ ടു ഐ എന്ന കേസിൽ എക്സ് ഐ ക്യു ഐയിൽ ഉണ്ടാവില്ല. സോ എക്സ് ഐ എന്തല്ല, എവിടെ എന്തല്ല, 0 അല്ല, കാരണം ഇന്റർസെക്ഷൻ ക്യു ജെയിൽ എന്തായാലും 0 ഉണ്ടാവും. ഓക്കെ, സോ എക്സ് ഐ എന്തല്ല, 0 അല്ല. സോ റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ഐസ് എന്തിന് കൺസിഡർ ചെയ്താൽ റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ഐ, എക്സ് ഐനെ annihilate 0 and xi. Okay, 0 and xi. 0 എന്തിന് ഈക്വൽ ആണ്, ഇന്റർസെക്ഷൻ ജെ റൺസ് ഫ്രം 1 to n ക്യു ജെ. ഐഡിയൽ 0 ആണ്. സോ ഇതിന് ഈക്വൽ ആണ്, ഡീകമ്പോസിബിൾ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ റാഡിക്കൽ ഓഫ് ജെ റൺസ് ഫ്രം 1 to n ക്യു ജെ. അഗൈൻ ഐഡിയൽ കോഷ്യന്റിന്റെ അവിടുത്തെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇന്റർസെക്ഷനെ പുറത്തേക്ക് മാറ്റാം. ഇനി റാഡിക്കലിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടും നമുക്ക് ഇന്റർസെക്ഷൻ ആദ്യം പുറത്തേക്ക് മാറ്റാം, പിന്നെ നമുക്ക് ആ ഇന്റർസെക്ഷനെ ഇതേ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് എന്താകും, ഈ ഒരു സൈഡ് എക്സ് ബിലോങ്സ് ടു ക്യു ജെ ആണ്. അപ്പോൾ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് ക്യു ജെ ആൻഡ് എക്സ് ഐ എന്തിന് ഈക്വൽ ആയിരിക്കും, ഐഡിയൽ കോഷ്യന്റ് ഓഫ് ക്യു ജെ ആൻഡ് എക്സ് ഐ ഹോൾ റിങ്ങിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ റാഡിക്കലും ഹോൾ റിങ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ റാഡിക്കൽ ഓഫ് ക്യു ഐ ആൻഡ് എക്സ് ഐ, റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് ക്യു ആൻഡ് എക്സ് ഐ ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യു ജെ ആണ്, ക്യു ജെ ആണ്. സോ ദിസ് വിൽ ബിക്കം പി ഐ, പി ജെ എന്നാണ്. J. So this will become Pi for sum. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു, സോ എക്സ് ഐ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ
പി ഐ എന്തിന് ഈക്വൽ ആണ്? റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ് ഐക്ക് ഈക്വൽ ആണ്. സോ യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 radical of annihilator of x, that is union I runs from 1 to n pi will be containing is contained in D. So ഞാൻ ഓൾറെഡി ഓപ്പോസിറ്റ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്താൽ ടി ഈക്വൽ ടു യൂണിയൻ പി ഐ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ കേസ് എന്താണെന്ന് നോക്കാം. ജനറൽ കേസ് ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എ ഡീകമ്പോസിബിൾ ആണ്. സോ അതിൻ്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യുക. എന്നുള്ള ഐഡിയൻ്റെ പ്രൈമറി ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിലെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷനിലുള്ള പ്രൈമറി ഐഡിയൽസിൻ്റെ റാഡിക്കൽസ് പി ഐസ് ആണ് എടുക്കുന്നുണ്ട്. സോ നമ്മൾ എ ഓർ എ എന്നുള്ള കോഷ്യൻ റിങ്ങിലേക്കുള്ള നാച്ചുറൽ ആയിട്ടുള്ള സർജക്റ്റീവ് ഹോമോമോർഫിസം എങ്ങനെ മാപ്പ് ചെയ്യുക? എക്സ് എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ കോസെറ്റിലേക്ക് മാപ്പ് ചെയ്യുക. എക്സ് പ്ലസ് ഐ ഡി എ എന്നിലേക്ക് കോസെറ്റിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഫൈ ഓഫ് ഐഡിയൽ എ എന്തിന് ഈക്വൽ ആയിരിക്കും? ഫൈ ഓഫ് ഐ എ എന്തിന് ഈക്വൽ ആണ്? ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n ക്യു ഐക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഫൈ ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? 0 എലമെന്റിന് ഈക്വൽ ആയിരിക്കും. അതായത് 0 പ്ലസ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഫൈ ഓഫ് ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n ക്യു ഐ എന്തിന് ഈക്വൽ ആയിരിക്കും? ക്യു ഐ പ്ലസ് ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n ക്യു ഐ പ്ലസ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇതവിടുത്തെ 0 എലമെന്റ് ആണ്. ക്വസ്റ്റ്യൻ റിംഗിലെ 0 എലമെന്റ് ആണ്. അതായത് 0ന്റെ കോസെറ്റ് ആണ്. 0 പാർ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n ക്യു ഐ പ്ലസ് എ. ഓക്കെ, ഇത് ഓക്കെയാണ്. നമ്മൾ സെറ്റ് തിയററ്റിക്കായിട്ടൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിയാൽ. സോ 0 കോസെറ്റ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n ക്യു ഐ ബാർ. ക്യു ഐ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യു ഐ എന്നുള്ള ഐഡിയലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ക്യു ഐ ബാർ. സോ റാഡിക്കൽ ഓഫ് ക്യു ഐ ബാർ വിൽ ബി ഈക്വൽ ടു റാഡിക്കൽ ഓഫ് ക്യു ഐ പ്ലസ് എ which will be equal to റാഡിക്കൽ ഓഫ് ക്യു ഐ പ്ലസ് ഐഡിയൽ എ. റാഡിക്കൽ ഓഫ് ക്യു ഐ എന്ന് പറഞ്ഞാൽ പി ഐ ആണ്. പി ഐ പ്ലസ് എ, അതായത് പി ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഷ്യൻ റിങ്ങിലെ. സോ പി ഐ ബാർ, പി ഐൻ്റെ കോസെറ്റ് എന്ന് ഞാൻ വിളിക്കുന്നുണ്ട്, പി ഐ ബാർ എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുന്നത്. സോ 0 bar is the in A or A has minimal primary decomposition. അതിൻ്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ ആണ് നമ്മളിപ്പോൾ എഴുതിയത് 0. ഓക്കെ, ഇത് നമ്മളുടെ കോഷ്യൻ റിങ്ങിലുള്ള 0 എന്നുള്ള ഐഡിയലിൻ്റെ പ്രൈമറി ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള തിയറം പെർട്ടിക്കുലർ കേസ് അപ്ലൈ ചെയ്യാം. സോ ബൈ ദി പ്രീവിയസ് കേസ് ദി സെറ്റ് ഓഫ് ഓൾ 0 ഡിവൈസസ് ഇൻ ദി കോഷ്യൻ റിംഗ് ഡി ബാർ. കോഷ്യൻ റിംഗ് അതിന് ഡി ബാർ നൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ ബാറിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ എന്താന്ന് പ്രൂവ് ചെയ്യണം? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു എ. ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ്, എക്സ് ആൻഡ് എ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു എ ആവുന്ന എക്സുകളുടെ കളക്ഷനാണ് യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ. സോ നമ്മളെ കയ്യിലുള്ളത് എ ഓർ എ എന്നുള്ള കോഷ്യൻ റിങ്ങിലെ 0 ഡിവൈസസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ പി ഐ ബാർ ആണ്. സോ അതിൻ്റെ ഇൻവേഴ്സ് ഫൈ ഇൻവേഴ്സ് ഓഫ് ഡി ബാർ വിൽ ബി ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ ബാർ. ഓക്കെ, ഇൻവേഴ്സ് മാപ്പിംഗ്, ഇൻവേഴ്സിൽ ഇൻവേഴ്സും യൂണിയനും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. ഇൻവേഴ്സ് മാപ്പിംഗ് കുറച്ചുകൂടെ നന്നായിട്ട് യൂണിയൻ ഇന്റർസെക്ഷനിലൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ആക്ട് ചെയ്യും. സോ നമുക്കെന്ത് പറയാം? ഫൈ ഇൻവേഴ്സ് ഓഫ് ഡി ബാർ ഈസ് ഈക്വൽ ടു യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n ഫൈ ഇൻവേഴ്സ് ഓഫ് പി ഐ ബാർ ആണെന്ന് പറയാം. അതായത് ഫൈ ഇൻവേഴ്സ് ഓഫ് ഡി ബാർ എന്തിന് ഈക്വൽ ആണ്? ഫൈ ഇൻവേഴ്സ് ഓഫ് പി ഐ ബാർ എന്ന് പറഞ്ഞാൽ പി ഐ തന്നെയാണ്. സോ യൂണിയൻ ഐ റൺസ് ഫ്രം 1 to n പി ഐ. സോ
സോ നമുക്ക് എന്ത് കിട്ടി? യൂണിയൻ പി ഐ ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻവേഴ്സ് ഓഫ് ഡി ബാർ. ഓക്കെ, നമുക്ക് യൂണിയൻ പി ഐ ഈസ് ഈക്വൽ ടു ദിസ് സെറ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യുക ഈ സെറ്റും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ഈ സെറ്റും ഈ ഒരു സെറ്റും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഈക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഈക്വാലിറ്റിയാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സെറ്റിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നുണ്ട്, ക്യൂ. സോ നമ്മൾ ഇനി ഈ ക്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻവേഴ്സ് ഡി ബാർ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ചെയ്താലും നമുക്ക് ക്ലിയർ ആയി. സോ വി ഹാവ് ടു ഷോ ക്യൂ ഇസ് ഈക്വൽ ടു phi inverse of d bar. So let x belongs to Q, that is x belongs to set of all x in A such that an ideal quotient of A and x is not equal to A. So x ideal quotient of A and x and x is settled. So ideal quotient of A and x not equal to A. So anyway എന്നുള്ള ideal quotient of A and x ഉണ്ടാവും. So ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു എ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇൻക്ലൂഷൻ ഒബ്വിയസ് ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താന്ന് പറയാ, ഫുൾ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം. അതായത് എ ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ A is properly contained in ideal quotient of A and X ആണെന്ന് പറയാം. സോ ഒരു y എവിടെ എക്സിസ്റ്റ് ചെയ്യും? ഇത് രണ്ടും ഈക്വൽ അല്ല, പക്ഷെ എ ഈ ഐഡിയൽ ക്വോഷ്യന്റിൽ ഉണ്ടാവും. സോ നമുക്ക് ഒരു എലമെന്റ് ഇവിടെ ഉണ്ട് എന്ന് പറയാം. ആ എലമെന്റ് എയിലില്ലാത്ത രൂപത്തിൽ, കാരണം ഒരിക്കലും ഈക്വൽ ആവുന്നില്ല. സോ ദർ എക്സിസ്റ്റ് y belongs to ideal quotient of A and X such that y does not belong to ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, നേരെ തിരിച്ചാണ്. ദർ എക്സിസ്റ്റ് y in ideal quotient of A and X such that y does not belong to A. Y does not belong to A. So y ideal quotient ഉണ്ട്, ideal quotient of A and X ഉണ്ട്, y എയിലില്ല. സോ എക്സ് വൈ എവിടെ ഉണ്ടാകും? എയിലുണ്ടാകും. പക്ഷെ y എവിടെ ഉണ്ടാവില്ല? എയിലുണ്ടാവില്ല. സോ എക്സ് വൈ എയിലുണ്ട്. സോ എക്സ് പ്ലസ് എക്സ് വൈൻ്റെ കോസെറ്റ് അതെന്തിന് ഈക്വൽ ആയിരിക്കും? എക്ക് തന്നെ ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് വൈ പ്ലസ് എ ഈക്വൽ ടു 0 പ്ലസ് എ ആയിരിക്കും. ആൻഡ് വൈ പ്ലസ് എ എന്താവില്ല? എക്ക് ഈക്വൽ ആവില്ല. കാരണം അതായത് 0 പ്ലസ് എക്ക് ഈക്വൽ ആവില്ല, കാരണം വൈ എയിലല്ല. സോ എക്സ് ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇടാം. എക്സ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് എ കോഷ്യൻ റിംഗിൽ വിൽ ബി ഈക്വൽ ടു 0. കോഷ്യൻ റിംഗിൽ 0ക്ക് ഈക്വൽ ആയിരിക്കും. പക്ഷേ കോസെറ്റ് ഓഫ് വൈ എന്തിന് ഈക്വൽ ആവില്ല? 0ന്റെ കോസെറ്റ്, അതായത് കോഷ്യൻ റിംഗിൽ 0ക്ക് ഈക്വൽ ആവുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു 0 ഡിവൈസർ ആണെന്ന് പറയാം. എക്സ് ബാർ അതായത് എക്സ് പ്ലസ് എ ഈസ് എ 0 ഡിവൈസർ ഇൻ എ ഓവർ ഐഡിയൽ കോഷ്യൻ റിംഗ് എ ഓർ എ. അതായത് എക്സ് ബാർ 0 ഡിവൈസർ ആണ്. സോ അത് എവിടെ ഉണ്ടാകും? ഡി ബാർ എന്നുള്ള കോഷ്യൻ റിംഗിലെ 0 ഡിവൈസേഴ്സിന്റെ കളക്ഷനിൽ ഉണ്ടാകും. സോ 5x എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോസെറ്റ്, എക്സ് അതായത് എക്സിന്റെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹോമോമോർഫിസത്തിലുള്ള ഇമേജ് 5x. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 5x എവിടെ ഉണ്ടാകും? ഡി ബാറിൽ ഉണ്ടാകും. അതായത് എക്സ് എവിടെ ഉണ്ടാകും? 5 ഇൻവേഴ്സ് ഓഫ് ഡി ബാറിൽ ഉണ്ടാകും. അതായത് ക്യൂ എന്തിലുണ്ടാകും? ക്യൂ എക്സ് ക്യൂ എടുത്തു, ക്യൂ എവിടെ ഉണ്ട്? 5 ഇൻവേഴ്സ് ഓഫ് ഡി ബാറിലുണ്ട്. സോ ക്യൂ എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? 5 ഇൻവേഴ്സ് ഓഫ് ഡി ബാറിന്റെ സബ്സെറ്റ് ആയിരിക്കും. സോ ഇനി നേരെ ഓപ്പോസിറ്റ്, സപ്പോസ് എക്സ് ബിലോങ്സ് ടു 5 ഇൻവേഴ്സ് ഓഫ് ഡി ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഓഫ് എക്സ് എവിടെ ഉണ്ടാകും? ഡി ബാർ ഉണ്ടാകും. അതായത് 5 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, എക്സിന്റെ കോസെറ്റ് എക്സ് പ്ലസ് എ. എക്സ് ബാർ എവിടെ ഉണ്ടാകും? ഡി ബാർ ഉണ്ടാകും. അതായത് എക്സ് ബാർ എന്താണ്? ഒരു 0 ഡിവൈസർ ആണ്. സോ എവിടെ? കോഷ്യൻ റിംഗിൽ. സോ കോഷ്യൻ റിംഗിൽ ഒരു നോൺ സീറോ എലമെന്റ് വൈ ബാർ ഉണ്ടാകും.
അതായത് വൈൻ്റെ ഓപ്പോസിറ്റ് സച്ച് ദാറ്റ് എക്സ് ബാർ വൈ ബാർ ഈസ് ഈക്വൽ ടു 0 ബാർ, അതായത് എ ഓർ എ എന്നുള്ള കോഷ്യൻ റിങ്ങിലെ 0 എലമെന്റ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ വൈ ബാർ ഈസ് ഈക്വൽ ടു 0 ബാർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് എ ഈക്വൽ ടു 0 പ്ലസ് എ ആയിരിക്കും. അവിടെ വൈ പ്ലസ് എ എന്താ നോൺ സീറോ എലമെന്റ് ആയിരിക്കും. ഓക്കെ, നോൺ സീറോ എലമെന്റ് ആയിരിക്കും. സോ എക്സ് വൈ പ്ലസ് എ വിൽ ബി ഈക്വൽ ടു എ സച്ച് വിത്ത് വൈ ഈസ് നോട്ട് ഇൻ എ. സോ എക്സ് വൈ ഈസ് ഇൻ എ വിത്ത് വൈ ഈസ് നോട്ട് ഇൻ എ. എക്സ് വൈ പ്ലസ് എയിലുണ്ട് എന്ന് പറഞ്ഞാൽ എ ആണെന്ന് പറഞ്ഞാൽ എക്സ് വൈ എവിടെ എടുത്ത എലമെന്റ് ആയിരിക്കും, എയിലുള്ള എലമെന്റ് ആയിരിക്കും. പക്ഷെ വൈ എവിടെ ഉണ്ടാവില്ല, എയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വൈ എവിടെ ഉണ്ട് എന്ന് പറയാം, ideal quotient of a and x ഉണ്ടെന്ന് പറയാം with y is not in a. So ideal quotient of a and x not equal to a ആണ്. ഓൾസോ x എവിടെ ഉണ്ട്, ഈ ഒരു സെറ്റിലുണ്ട്. ഓക്കെ, ഈ ഒരു സെറ്റിലുണ്ട്, അതായത് x എവിടെ ഉണ്ട്, ക്യൂലുണ്ട്. അതായത് ഫൈ ഇൻവേഴ്സ് ബിലോങ്സ് ടു കേട്ടോ, ഫൈ ഇൻവേഴ്സ് ഓഫ് ഡി ബാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ക്യൂ ആണ്. സോ ഞാൻ ഓപ്പോസിറ്റ് ഇൻക്ലൂഷൻ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഇൻക്ലൂഷനും കമ്പൈൻ ചെയ്താൽ ക്യൂ ഇസ് ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ഡി ബാർ എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രണ്ട് റിമാർക്കുകളാണ്. സീറോ ഐഡിയയിൽ ഡീകമ്പോസിബിൾ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സീറോ ഡിവൈസസ് എന്തിന് ഈക്വൽ ആയിരിക്കും, യൂണിയൻ ഓഫ് പ്രൈം ഐഡിയൽ ബിലോങ്ങിങ് ടു അസോസിയേറ്റഡ് വിത്ത് സീറോ ഐഡിയലിന് ഈക്വൽ ആയിരിക്കും. nilpotent element, set of all nilpotent element eta is equal to set of all nilpotent elements ആണെങ്കിൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും, ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് ബിലോങ്ങിങ് ടു സീറോ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. nilpotent എലമെന്റ് എന്താന്ന് നോക്കുക, സീറോ ഡിവൈസേഴ്സ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സീറോ ഐഡിയലുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസിന്റെ യൂണിയൻ ആണ്. സീറോ ഐഡിയൽസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസിന്റെ മിനിമൽ പ്രൈം ഐഡിയൽസിന്റെ ഇന്റർസെക്ഷൻ ആണ് നിൽപൊട്ടന്റ് എലമെന്റ്സ്. ഓക്കെ, അതും ഡയറക്ട്ലി ഫോളോ ചെയ്യും. നിൽപൊട്ടന്റ് എലമെന്റ് എന്താന്ന് നോക്കാം, മിനിമൽ പ്രൈം ഐഡിയൽസ് ബിലോങ്ങിങ് ടു സീറോ എന്താന്ന് നോക്കാം, നിൽപൊട്ടന്റ് എലമെന്റും സീറോ ഡിവൈസേഴ്സും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കുക. ഇത് കമ്പൈൻ ചെയ്താൽ റിസൾട്ട് ആകും. ഓക്കെ, ഈ ഒരു റിമാർക്ക് 2 ആകും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാം. സീറോ ഐഡിയൽ എന്താകണം, ഡീകമ്പോസിബിൾ ആവണം. എല്ലാ കേസിലും ഡീകമ്പോസിബിൾ ആകണം എന്നല്ല, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.